വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഇന്നേ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഈശോയുടെ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ചുകൊണ്ട്, ഈശോയുടെ വചനത്തെ സ്നേഹിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് നിദ്രയിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം ഇപ്രകാരമാണ് അരുളി ചെയ്തിരിക്കുന്നത്: നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ശരീരം, അത് ഒരു ഉപകരണമാക്കി മാറ്റണം. അതാണ് പരിശീലനം. നമ്മുടെ ആധ്യാത്മിക പരിശീലനം ഇതാണ്. നമ്മുടെ ശരീരം അത് വിജയത്തിന്, സ്വർഗം സ്വന്തമാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഉപകരണമാക്കി മാറ്റണം. നമ്മുടെ ശരീരത്തെ അങ്ങനെയുള്ള ഒരു ഉപകരണമാക്കി മാറ്റാൻ പരിശീലിപ്പിച്ചു. ശരീരത്തിന് ലോകത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റാതെ സ്വർഗം സ്വന്തമാക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റാം. നമുക്ക് കൃപ ലഭിക്കുന്നതിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. ഒരു ഗാനത്തിലൂടെ കൂടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഓരോ ദിവസവും ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ശരീരത്തെ സ്വർഗം സ്വന്തമാക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ എന്ന് ഈശോയെ പ്രാർത്ഥിക്കുകയാണ്. ഒരു ഗാനത്തിലൂടെ ചേർന്ന് ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നിറഞ്ഞവരെ, ഇന്നേ ദിവസം രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ സ്നേഹിക്കേണ്ട ഈ വചനം ഇതാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം: നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. സമർപ്പിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി അത് നമ്മൾ ചെയ്യണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തെ പലതിനും സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിച്ച് പോകുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മുട്ടായി ഒരു കുഞ്ഞു കൊച്ചിന് കൊടുക്കുമ്പോൾ ആ കുഞ്ഞു കൊച്ചിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സ്നേഹമുണ്ടല്ലോ, ഒരു പുഞ്ചിരിയുണ്ടല്ലോ, അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷം നിറയും. മുട്ടായി കൊടുത്തു വരെ അതുപോലെ നമ്മുടെ ശരീരത്തെ നിറമനസ്സോടെ ഈശോയ്ക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ അത് ഈശോയ്ക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടും. ആ ഇഷ്ടം
ദൈവസ്നേഹമായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവസ്നേഹം അനുഭവിക്കുക എന്നതിനേക്കാൾ ഒരു മനുഷ്യന് ഒന്നും ആശ്വാസകരമായി ഒന്നിൽ നിന്നും കിട്ടത്തില്ല. ദൈവസ്നേഹം കിട്ടുമ്പോഴേ മനുഷ്യന് ആശ്വാസം കിട്ടുന്നുള്ളൂ. അല്ലാതെ ഒരു വസ്തുവിനും വ്യക്തികൾക്ക് ഒന്നും തരാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആ സ്നേഹം കിട്ടുവാൻ, നമ്മുടെ മനസ്സിൽ ആശ്വാസം കിട്ടാൻ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കണം. ഇതായിരിക്കണം നാളെ രാവിലത്തെ പ്രവൃത്തി. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.